എല്ലാത്തരം പിക്സൽ ലീഡുകളിലൂടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന കൺട്രോളറാണ് T8000 AC എന്ന് പറയുന്നത്. 8000-ൽ കൂടുതൽ പിക്സലുകൾ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ T8000 എന്ന് പറയുന്നത്. കാണുമ്പോൾ വളരെ പ്ലെയിൻ ആയിട്ട് തോന്നും, കാരണം ഇവിടെ ഒരു ചെറിയൊരു കവറിങ് വരുന്നുണ്ട്. നമുക്കിതിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഇത് ഊരി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ, ഇതിലേക്ക് കണക്ഷനുകൾ കൊടുക്കാനായിട്ട് ഒരു ഫ്ലാറ്റ് ഹെഡ് ടെസ്റ്റർ പോലത്തെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മെമ്മറി ഫ്ലാഷ് ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് 2 GB ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഒരു SD കാർഡും വരുന്നുണ്ട്. ഈ കാണുന്ന ഈ ഒരു SD കാർഡ് സ്ലോട്ടിലേക്ക് ഈ ഒരു SD കാർഡ് ഇട്ടിട്ടാണ് നമ്മൾ ഈ T8000 AC നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് T8000 ACയുടെ ബാഡ്ജിങ് കാണാം. പിന്നെ ഇത് AC-യിൽ കണക്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് 8000 AC എന്ന് കൊടുത്തേക്കുന്നത്. ഈ കാണുന്ന കേബിൾ നമുക്ക് ഡയറക്റ്റ് AC-യിലേക്ക് കൊടുത്ത് ഈ ഒരു കൺട്രോളർ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് പിന്നല്ല വരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് ഡയറക്റ്റ് ലൈനിലേക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എത്ര പിക്സലാണ് ഈ ഒരു കൺട്രോളറിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. 8x1024 പിക്സൽ, അതായത് മൊത്തത്തിൽ ഇവിടെ നമുക്ക് 8 ചാനലുകളായിട്ടാണ് നമുക്ക് ഡേറ്റ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ 8 ചാനലായിട്ട് മൊത്തത്തിൽ ഏകദേശം 8000 പിക്സലിൽ കൂടുതൽ നമുക്ക് ഈ ഒരു കൺട്രോളർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് പ്രോഗ്രാം ചെയ്യാനും ഇതിൻ്റെ കൺട്രോളിങ്ങിനൊക്കെ ആയിട്ട് ഇവിടെ ഒരു 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. പിന്നെ 4 ബട്ടണുകൾ കാണാൻ പറ്റും. ഇതിൽ എഴുത്തുകൾ മെജോറിറ്റി നമുക്ക് ചൈനീസിലാണ് വരുന്നത്, പക്ഷേ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് മോഡ് ബട്ടണും, ഇത് സ്പീഡ് കൂട്ടാനും ഇത് സ്പീഡ് കുറയ്ക്കാനുള്ള ബട്ടണാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ പിക്സൽ ലീഡിലേക്ക് കൊടുക്കാനുള്ള ഡേറ്റയും ഒപ്പം ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. സോ ഡേറ്റ നമുക്ക് 8 ചാനലുകളായിട്ടാണ് വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് 8x1024 പിക്സൽ. ഈ കാണുന്നതാണ് ഒന്നാമത്തെ ചാനൽ, അവിടെ 1 എഴുതിയിട്ടുണ്ട്. 2, 3, 4, 5, 6, 7, 8 അങ്ങനെ മൊത്തത്തിൽ 8 ഡേറ്റയും അതുപോലെ ഗ്രൗണ്ട് പിന്നുകളും നമുക്കിവിടെ കാണാം. മൊത്തത്തിൽ 16 പിന്നുകൾ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിലേക്ക് കണക്ഷനുകൾ കൊടുക്കാം. പിന്നെ SD കാർഡിൻ്റെ സ്ലോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ കാണുന്നതാണ് നമ്മുടെ SD കാർഡിൻ്റെ സ്ലോട്ട്. പിന്നെ 2 ഇൻഡിക്കേഷൻ, ഒരു പവറിൻ്റെയും അതുപോലെ ആക്റ്റീവിൻ്റെയും 2 ഇൻഡിക്കേഷൻ LED വരുന്നുണ്ട്. ഓൺ ഓഫ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ. T1000 പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം LED എഡിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺട്രോളറും പ്രോഗ്രാം ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്കുകൾക്കാണ് 8000 AC കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന പോലെ 8000 പിക്സലുകളിൽ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഡയറക്റ്റ് ഇത് നമുക്ക് AC-യിലേക്ക് കണക്ട് ചെയ്ത് പവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ LED-യിലേക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് പവർ ഇൻപുട്ട് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് LED-ക്ക് നമ്മൾ സെപ്പറേറ്റ് വരെ പവർ സപ്ലൈ ഉപയോഗിക്കണം. ഈ ഒരു കൺട്രോളർ കണക്ട് ചെയ്യാനായിട്ട് AC സർക്യൂട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത്രയൊക്കെ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഒരു മെറ്റൽ ബിൽഡാണ് വരുന്നത്. നമുക്ക് LED എഡിറ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ കമൻസ് വരുന്നുണ്ടായിരുന്നു. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്ന LED എഡിറ്റ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളൊന്നും ഇപ്പം കൈവശമില്ല. അപ്പോൾ അത്തരത്തിലൊന്ന് സംഘടിപ്പിച്ച് അതിൻ്റെ സോഫ്റ്റ്വെയർ സംഘടിപ്പിച്ചിട്ട് LED എഡിറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഈ കാണിച്ചിരിക്കുന്ന T8000 ACയും T1000 മറ്റെല്ലാവിധ 5 വോൾട്ടിലും 12 വോൾട്ടിലും വർക്ക് ചെയ്യുന്ന വിവിധതരം പിക്സൽ LED-കളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഇത് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പവർ സപ്ലൈകളും 5 വോൾട്ടിൻ്റെയും 12 വോൾട്ടിൻ്റെയും റെയിൻ പ്രൂഫും അല്ലാത്തതായിട്ടുള്ള പവർ സപ്ലൈസും അവൈലബിൾ ആണ്. പ്രൈസിങ്ങും അവൈലബിലിറ്റിയും മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോപ്പുകളുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നോർത്ത് പറവൂരിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് അടുത്തോട്ടാണ്. വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ എവിടെയൊക്കെ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. സോ LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.